ഹലോ, ചിഞ്ചൂസ് എഫ് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പവിത്രത്തിൻ്റെ ഇന്നലത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ശ്രീനിവാസനും വിക്രമിൻ്റെ കൂട്ടുകാരും സംസാരിക്കുന്നതാണല്ലോ. തുടർന്ന് അവരിൽ ഒരാൾ വിക്രമിനെ ആരെങ്കിലും ഉപദ്രവിച്ച് കാണുമോ എന്ന സംശയം ഉയർത്തി. അത് പറഞ്ഞതും ശ്രീനിവാസൻ്റെ കയ്യാളായ പുള്ളിക്കയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. വിക്രമിൻ്റെ ബൈക്ക് കിട്ടിയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നന്ദിനിയുടെ അടുത്തേക്ക് എത്തുന്ന വിനായകനെയാണ്. താൻ വിക്രമിനെ അന്വേഷിച്ച് പോയതാണെന്നും പറയുകയാണ് വിനായകൻ. അപ്പോഴാണ് വിനായകനെ അച്ചമ്മ വിളിക്കുന്നതും വിക്രമിനെ കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യുന്നത്. എന്നാൽ താൻ അന്വേഷിച്ചു എന്നും അവൻ അവിടെ എവിടെയും ഇല്ല എന്നും പറയുന്നുണ്ട്. അച്ചമ്മ വേദയോട് ചോദിക്കുകയാണ്, വിക്രം ഈ കല്യാണത്തിന് പങ്കെടുക്കരുത് എന്ന് ആഗ്രഹിക്കുന്നത് നിന്റെ വീട്ടിലുള്ള ആരാണെന്ന്. അത് കേട്ടതും വേദ പറയുന്നുണ്ട് ശ്രീകാന്താണ്. എന്നാൽ ശ്രീകാന്തിനെ വിളിക്കാനും താൻ പറയുന്നത് പോലെ പറയാണ് അച്ചമ്മ. അങ്ങനെ വേദ ശ്രീകാന്തിനെ വിളിക്കുകയും വിക്രമിനെ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ തനിക്ക് അവനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നും നീ പോയി ശ്രീനിവാസനോട് അന്വേഷിക്കാനും പറയുന്നുണ്ട് ശ്രീകാന്ത്. അങ്ങനെ കോള് കട്ടാക്കുകയാണ്. കോള് കട്ടാക്കിയതും ഫോണെടുത്ത് നോക്കുമ്പോൾ വേദ കാണുന്നത് ജീനയുടെ ഫോൺ കോളാണ്. അത് കണ്ടതും വേദ ജീനയെ തിരിച്ച് വിളിക്കുന്നുണ്ട്. എന്തിനാ വിളിച്ചത് എന്ന് അന്വേഷിക്കുന്നുമുണ്ട്. അത് കേട്ട ജീന വേദയോട് ഒന്നും പറയാൻ കൂട്ടാക്കുന്നില്ല. മറിച്ച് വേദയോട് രാധയെ വിളിക്കാൻ പറയാണ്. വേദ രാധയെ വിളിക്കുന്നുണ്ട്. രാധ വേദയുടെ കോൾ കണ്ടതും ഫോൺ ഓഫാക്കി വെക്കുകയാണ്. വേദയോട് അച്ചമ്മ പറയാണ് ഇത് കണ്ടിട്ട് തനിക്ക് കാര്യം പിടികിട്ടിയെന്നും വേദയോട് പെട്ടെന്ന് തന്നെ റെഡി ആവാൻ എന്നും. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന രാധയോട് ഇന്നലെ രാത്രി എവിടെയായിരുന്നു എന്ന് അന്വേഷിക്കുന്ന രാധയുടെ അച്ഛനെയാണ്. രാധ ജീനയ്ക്കൊരു അപകടം പറ്റിയെന്ന് കള്ളം പറയുന്നുണ്ട്. അപ്പോഴാണ് അവിടേക്ക് ജീന വരുന്നത്. കള്ളം പറഞ്ഞതിന് രാധയുടെ അച്ഛൻ അവളെ തല്ലാൻ വേണ്ടി നോക്കാണ്. അപ്പോഴാണ് അവിടേക്ക് അച്ചമ്മയും വേദയും എത്തുന്നത്. പിന്നീട് രാധയുടെ മുമ്പിൽ വെച്ച് വിക്രമിനെ രക്ഷിച്ചതും ഹോസ്പിറ്റലിലാക്കിയതും എല്ലാം പറയാണ് അച്ചമ്മ രാധയുടെ അച്ഛനോട്. പിന്നീട് അവിടെ നിന്നും ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് എല്ലാവരും. പിന്നീട് കാണിക്കുന്നത് റൂമിലെ മേശ തുറന്നു നോക്കുന്ന വിക്രമിനെയാണ്. അപ്പോഴാണ് അതിൽ തൻ്റെ ഫോൺ വിക്രം കാണുന്നത്. അതോടുകൂടി ഇന്നത്തെ പവിത്രത്തിൻ്റെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡുമായിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.